ഇപ്പോൾ നമ്മോടൊപ്പം താമരശ്ശേരി രൂപതയുടെ ഫിനാൻസ് ഓഫീസറായ ഫാദർ ബെന്നി ചേരുകയാണ്. അച്ഛാ, ഒരുക്കങ്ങളിൽ നിന്ന് കുറച്ച് നേരത്തെ പിതാവിന്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുകയാണ് അല്ലേ? അല്ല, ഒരുക്കങ്ങൾക്ക് നേരത്തെ അല്ല, നമ്മൾ വിചാരിച്ച ഒരു 3:30 സമയമാണ്. 4:30 പറഞ്ഞിരുന്നത്. പക്ഷേ വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ പൊതുദർശനത്തിന് വേണ്ടി? നമ്മൾ താമരശ്ശേരിയിൽ നിന്നും മാനന്തവാടി രൂപതയിൽ നിന്നുമായിട്ട് ഒരു 2000-ലധികം ആൾക്കാർ നമ്മളിവിടെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം പിതാവ് മലബാറുമായിട്ടും നമ്മുടെ രൂപതയായിട്ടും പിന്നെ മാനന്തവാടി രൂപതയൊക്കെ ആയിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ, അത് തന്നെയല്ല നല്ലൊരു അജപാലകൻ എന്നുള്ള നിലയിലും അഭിമന്യ പിതാവ് ഇവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെയുള്ള പാവങ്ങൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളിൽ അദ്ദേഹം ബദ്ധശ്രദ്ധനായിരുന്നു. പിന്നെ തിരുവാമ്പാടി ഇടവക്കാരനാണ്. താമരശ്ശേരി രൂപതയുടെ ഒരു അഭിമാനമാണ്. ആ രീതിയിൽ അഭിമന്യ പിതാവിന് ഇവിടെ അന്ത്യവിശ്രമം നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പിതാവിന് അച്ഛനെ ഏറ്റവും പിതാവിൽ ആകർഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ ആകർഷിച്ചുള്ള കാര്യം എന്താണെന്ന് പറയാൻ പറ്റും? എനിക്ക് തിരുപ്പട്ടം തന്ന അഭിമന്യ പിതാവാണ്. 1996 ഡിസംബർ 26 പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ തോന്നിയിരിക്കുന്ന കാര്യം. ഒരു 1.5 വർഷമേ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ പിതാവിന് അച്ഛന് തീർച്ചയായിട്ടും പിതാവിനെ നേരത്തെ പരിചയമുണ്ട്. സന്തോഷം. ഇവിടെ ബാക്കി എത്ര മണി വരെ ഇവിടെ പൊതുദർശനം? ഒരു 6:30 വരെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ വരുന്ന ആൾക്കാർക്കെല്ലാം അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമാണ് അഭിമന്യ പിതാവ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോം ഓഫ് ലവിലേക്ക്. അതൊരു വിലാപയാത്ര പോലെയാണോ പോകുന്നത്? അത് ഇവിടെ നിന്നുള്ള എല്ലാ വണ്ടികളും വെച്ച് അങ്ങനെ നമ്മൾ വേണ്ട ക്രമീകരണങ്ങളെല്ലാം പോലീസുകാർ തന്നിട്ടുണ്ട്, നൽകി ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.